ത്തിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് വിശുദ്ധ കവാടം തുറക്കുന്നതിനായിട്ടും ഒപ്പം തന്നെ അതിരൂപത KCYM ആഭിമുഖ്യത്തിൽ 2025 അതിരൂപതയിലെ യുവതി യുവാക്കൾ ചേർന്ന് ബൈബിളിൻ്റെ 100 കിലോമീറ്റർ നീളമുള്ള ബസിലിക്കയുടെ പ്രതിഷ്ഠാ ശതാബ്ദിയെ സൂചിപ്പിക്കാൻ 100 കിലോമീറ്റർ നീളമുള്ള ബൈബിൾ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെയും മാറ്റോണി നീലങ്കാവിൽ പിതാവിനെയും വത്തിക്കാനിലെ പൗരസ്ത്യ കാര്യാലയത്തിൽ നിന്നുള്ള യരസ്ലാവ് ലൈജ സ്നേഹപൂർവ്വം അവരെല്ലാവരും പരിശുദ്ധ ജാഗ്രത മാതാവിൻ്റെ ബസിലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖമായിട്ട് സംസാരിക്കാനായിട്ട് അതിരൂപത KCYM പ്രസിഡന്റ് ജിഷ ജോസിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ശ്രദ്ധൂത പ്രബന്ധാണ് സാധ്യത തോൽവിയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ താഴ്പിതാവും തോൽപിതാവും കൂടി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ താഴ്പിതാവിന് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എല്ലാ യുവജനങ്ങളുടെ പേരിലും ഇടവക സമൂഹത്തിലും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സാർവത്രിക സഭ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ജൂബിലി 2025 പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന മാർപ്പാപ്പയുടെ സെന്റ് പോളിന്റെ വാക്കുകൾ ഉപയോഗിച്ചുള്ള ബോർഡ് വഴി ആരംഭം കുറിച്ച പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വേണ്ടിയാണ് വിശുദ്ധ കവാടം തുറന്ന് തീർത്ഥകേന്ദ്രമായി ബസിലിക്കയെ ഈ ഒരു വർഷം പ്രഖ്യാപിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ അതിരൂപതയുടെ യുവജനങ്ങൾ KCYM SFYM അംഗങ്ങൾ ഇപ്പോൾ ദൈവവചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എഴുതിക്കൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ മുഴുവൻ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന തൃശ്ശൂർ അതിരൂപതയിലെ യുവജനങ്ങളെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുമോദിക്കുകയും നന്ദി പറയുന്നു. കയ്യടി യുവജനങ്ങൾക്ക് കൊടുക്കും. അവരുടെ ഈ ഞാനും യുവാവായി തന്നെ ടോണി പിതാവ് അദ്ദേഹം ഒരു യുവാവാണ്. അപ്പോൾ 3 ഭാഷയിൽ എഴുതിയിട്ടാണ് ഉൽപ്പത്തിയുടെ ആദ്യത്തെ വാക്യമാണ് എഴുതുന്നുള്ളൂ. ആദ്യത്തെ വാക്യം മാത്രമേ ഞങ്ങൾ എഴുതുന്നുള്ളൂ. മലയാളത്തിൽ ആദ്യം ദൈവം, ഇംഗ്ലീഷിൽ ഹെവൻ ആൻഡ് എർത്ത്. സൃഷ്ടിച്ചു എന്ന് എനിക്കും അറിയില്ല. സ്ലോവേക്കിയൻ ലാംഗ്വേജിലാണ് എഴുതുന്നത്, സ്ലോവേക്കിയൻ ഭാഷ. അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളത് 3 ഭാഷകൾ എഴുതിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് കഴിഞ്ഞാൽ യൂത്ത് എഴുതി തുടങ്ങും. എത്ര ദിവസം എടുക്കുന്ന അറിയില്ല. 20 ദിവസം കൊണ്ട് എത്ര കിലോമീറ്ററാണ്? 100 കിലോമീറ്റേഴ്സ്. 100 kilometers. Bible verses 100 kilometers. അപ്പോൾ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അത് ആരംഭം കുറിക്കുകയാണ്. ആത്മാവും ജീവനുമായ ആദിയിലുണ്ടായിരുന്ന വചനമായ ദൈവം, മാംസം ധരിച്ച ദൈവം നമുക്ക് നൽകിയ വചനം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങും. പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വചനമായി ദൈവത്തിൻ്റെ വചനം യുവജനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് എഴുതുന്ന ഓരോരുത്തർക്കും വായിക്കുന്നവർക്കും വചനയിൽ നിന്ന് അതിന് മധ്യസ്ഥ ഉപകരണമായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥയോടെ ഇപ്പോൾ ഞങ്ങൾ ആരംഭം കുറിക്കുന്നു. ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. (2025) യുവജനങ്ങൾ ചേർന്ന്
പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബൈബിൾ കയ്യെഴുത്ത് പ്രതിയുടെ ഉദ്ഘാടനം അഭിമന്യ ആൻഡ്രൂസ് പിതാവും ടോണി പിതാവും വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്നുള്ള യെരസ്ലാവ് ലൈജാക്കും ചേർന്ന് ഇപ്പോൾ നിർവഹിക്കുന്നു. 100 കിലോമീറ്റർ നീളത്തിൽ എഴുതി പൂർത്തിയാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ കയ്യെഴുത്ത് പ്രതി സ്ഥിരമായി ബസിലിക്കയുടെ ബൈബിൾ ടവറിൽ സന്ദർശകർക്ക് കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുക. ബസിലിക്ക ദേവാലയത്തിൻ്റെ ശതാബ്ദി വർഷം പ്രതിനിധീകരിച്ചുകൊണ്ട് 100 കിലോമീറ്റർ നീളത്തിൽ 2025 ജൂബിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തൃശ്ശൂർ രൂപതയിലെ 2025 യുവതി യുവാക്കൾ KCYM-ന്റെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കുന്ന ഈ ബൈബിൾ കയ്യെഴുത്ത് പ്രതിയിലെ ആദ്യ തിരുവചനം മലയാളം, ഇംഗ്ലീഷ്, സ്ലോവാക്യൻ 3 ഭാഷകളിലായിട്ട് അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും മാറ്റോണി നീലകാവിൽ പിതാവും വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്നുള്ള യെരസ്ലാവ് ലൈജാക്കും ചേർന്ന് എഴുതി നിർവഹിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി KCYM-ന്റെ ഈ പ്രസ്ഥാനത്തെ നമുക്ക് ഇപ്പോൾ തന്നെ ദേവാലയത്തിനകത്ത് നിന്ന് ഗായക സംഘം പ്രാരംഭ ഗാനം ആലപിക്കും.